ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. മുത്തിരിക്കിഴങ്ങ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണിത്. നല്ല സ്വാദാണ്. 1/4 കിലോയോളം ഉള്ള പീസ് എടുത്തിട്ടുണ്ട് മധുരക്കിഴങ്ങ്. കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുക്കണം. സാധാരണ ബജ്ജിയുടെ പോലെയല്ല, ഫ്രഞ്ച് ഫ്രൈസിന് നുറുക്കണ പോലെയാണ് വേണ്ടത്. ഇപ്പോൾ കഴുകി തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നീളത്തിൽ അരിയാം. നടു മുറിച്ചിട്ട് നുറുക്കിയെടുക്കാം. ഇപ്പം ഇങ്ങനെ ഒരേ കനത്തിലുള്ള പീസസ് ആക്കിയിട്ടുണ്ട്. സ്ട്രിപ്സ് പോലെ ഇനി നുറുക്കിയെടുക്കണം. ഇങ്ങനെ അരിഞ്ഞെടുക്കേണ്ട ഒരു നേരെ വേണ്ടു, പിന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി മാവ് ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്യാം. 1/4 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഹീപ്പ് ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, ഏകദേശം 1/2 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർക്കാം. ആദ്യം പൊടി യോജിപ്പിക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് മാവാക്കി എടുക്കാം. ദോശമാവ് പോലെ ലൂസാവണ്ട, ഇത്തിരി കട്ടിയിൽ വേണം. വെള്ളം ചേർത്ത് പാകമാക്കിയിട്ട് ഉപ്പ് നോക്കാം. കുറവാണെങ്കിൽ ചേർക്കാം. എണ്ണയിൽ വറുത്തെടുക്കുന്ന സ്നാക്സിനൊക്കെ വേണ്ട മാവിന് ഇത്തിരി ഉപ്പ് കൂടുതൽ വേണം. ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ പാകവും. മധുരക്കിഴങ്ങിൽ പിടിച്ചിരിക്കുന്ന അത്ര കട്ടിയിൽ മാവായിട്ടുണ്ട്. ജീരകം പൊടിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ തന്നെ ചേർക്കാനും പറ്റും. ഈ കൺസിസ്റ്റൻസിയാണ്. ചിലർ സോഡാപ്പൊടി ചേർക്കാറുണ്ട്, നമ്മളിപ്പോൾ ചേർക്കണില്ല. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ, ഡീപ് ഫ്രൈ ആയതുകൊണ്ട് മുങ്ങിക്കിടക്കണത്ര വെളിച്ചെണ്ണ വേണം. ഇനി മധുരക്കിഴങ്ങ് മാവിൽ മുക്കി എല്ലാ വശത്തും ആക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഒന്ന് 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്താൽ മതിയാവും. മാവിൽ മുക്കിയിട്ട് എല്ലായിടത്തും മാവാക്കിയിട്ട് എണ്ണയിലേക്ക് ഇടാം. ഒരു മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിട്ടിട്ടും ഫ്രൈ ചെയ്യാം. മാവിൻ്റെ ഉള്ളിലത്തെ ആവി തട്ടിയിട്ട് മധുരക്കിഴങ്ങ് വെന്ത് കിട്ടും. കളറ് മാറി വെന്തിട്ടുണ്ട്. പാകത്തിന് ഫ്രൈ ആയി. ഇനി കോരിമാറ്റാം. അങ്ങനെ ഓരോന്നായിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒട്ടും കുടിക്കണില്ല. അങ്ങനെ എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ ചെറിയ മധുരം, പുറത്ത് സ്പൈസി ആയിട്ടുള്ള കോട്ടിങ്ങും കൂടി നല്ല സ്വാദാണ്. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ അടുത്ത കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.